എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിൽ വല്ലക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വല്ലക്കുന്ന് പള്ളീൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വീടിൻ്റെ ഫ്രണ്ട് ചുമരുമൊക്കെ ഒരു കണ്ടംപററി ഡിസൈൻ മിക്സ് എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പ് വന്നിട്ട് കംപ്ലീറ്റ് ഇന്റർലോക്ക് ടൈല് കൊടുത്തിട്ടുണ്ട്. എക്കാലത്തും നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയ തന്നെയാണ്. വറ്റാത്ത കിണറാണ് ഉള്ളത്. നമുക്കിനി വീടിന്റെ ചുറ്റുഭാഗം ഒന്ന് കണ്ടു നോക്കാം. മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി വരുന്നത് 10 സെന്റ് സ്ഥലം, അതിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ പണിത 4 ബെഡ്റൂം ഉള്ള ഒരു പുതിയ വീടാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലുടൻ വിളിക്കേണ്ടതാണ്. വീടിന്റെ 3 ഭാഗത്തും ബേബി ജെല്ലി താഴെ വിരിച്ചിട്ടുണ്ട്. ചുറ്റും മതിലും പണിതിട്ടുണ്ട് സുഹൃത്തുക്കളെ. മുകളിൽ ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർസ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസിൽ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4x2 വെട്രിഫൈഡ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറും കട്ട്ലയും എല്ലാ ജനലുകളും ഒക്കെ പണിതിരിക്കുന്നത് മഹാഗണി തടി കൊണ്ടാണ്. എൻട്രൻസിൽ ആദ്യം വരുന്നത് ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ ആദ്യം വരുന്നത്. ഹോൾ കം ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് ഒക്കെ ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ്സ് ഒക്കെ ഫാൻസി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനൊക്കെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു ലിവിങ് സ്പേസ് ഉള്ളതാണ്. വീടിന്റെ എല്ലാ മുറികളിലും സീലിംഗിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസിന് എല്ലാ മുറികളിലും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ്. ഇവിടെയും വിൻഡോസിനൊക്കെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. 3 അറ്റാച്ച്ഡ് ആണ്, ഒരെണ്ണം കോമൺ ആണ്. ഇവിടെ വുഡൻ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. 3 ഷട്ടേഴ്സ് ഉള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു ഡ്രസ്സിംഗ് മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഫ്ലോറിംഗ് ടൈലും വാൾ ടൈലൊക്കെ നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാഷ് ബേസിനും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ്. ഇത് വേണമെങ്കിൽ ബെഡ്റൂമായിട്ടോ ഇല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. വിൻഡോസിന് ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൂം അറ്റാച്ച്ഡ് അല്ല. ഇവിടെയും എല്ലാ മുറിയിലത്തെ പോലെ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും വാർഡ്രോബ് വുഡൻ വാർഡ്രോബ് തന്നെയാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 ഷട്ടറുള്ള വാർഡ്രോബ് തന്നെയാണ്. സെൻറ്ററിൽ ഡ്രസ്സിംഗ് മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്.
ഇവിടെയും വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ നല്ല മാച്ചിങ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ, ഡൈനിങ് സ്പേസ് ഇവിടെയാണ്, ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ ഈ ഭാഗത്താണ്. ഒരു വാൾ മൗണ്ടഡ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാളിനൊക്കെ ടൈൽസും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വാനിറ്റി ക്യാബിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും വുഡൻ വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഷെൽഫുള്ള വുഡൻ വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിനൊക്കെ ഇവിടെയും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്ക്, ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ നല്ല മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചൻ്റെ എല്ലാ വർക്കും തീർത്തിട്ടുള്ളതാണ്. കിച്ചൺ ഡോർ വുഡൻ ഡോർ വിത്ത് ഗ്ലാസ് പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ മുക്കാഭാഗം ഏരിയ കിച്ചൻ്റെ വാളൊക്കെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ അപ്പർ ക്യാബിനും ലോവർ ക്യാബിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വുഡൻ ക്യാബിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിലാണ് വരുന്നത്. കോൺക്രീറ്റ് സ്ലാബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഷട്ടേഴ്സൊക്കെ വുഡൻ ഷട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫെറോ സിമെന്റ് ആണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ക്യാബിനറ്റിന്റെ ഡോർസ് ഒക്കെ ഷട്ടേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വുഡൻ വിത്ത് ഗ്ലാസ് പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലൊക്കെ ഫെറോ സിമെന്റിന്റെ വർക്കാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എല്ലാ ഷട്ടേഴ്സ് ഒക്കെ വുഡൻ വിത്ത് ഗ്ലാസ് ഷട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്ക്, ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉള്ളതാണ്. ഇവിടെ ഒരു പുക ഇല്ലാത്ത അടുപ്പും വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ വെളിച്ചം എയർ പാസേജിന് വേണ്ടിയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഒരു കോമൺ വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. ഇത് മൊത്തത്തിൽ 10 സെന്റ് സ്ഥലം, അതിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ പണിത 4 ബെഡ്റൂമുള്ള പുതിയ വീട്. ഇതിന് ആവശ്യപ്പെടുന്നത് 68 ലക്ഷം രൂപയാണ്. പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. നല്ല വില ഉള്ള ഏരിയ തന്നെയാണിത്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഉടൻ കാണാം. അതുവരെയും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം.